വ്യത്യസ്തതയുടെ നിറക്കാഴ്ചയാണ് കലൈഡോസ്കോപ്പ്. അതിൽ തന്നെ വ്യത്യസ്തതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് നമുക്കിടയിൽ. അതിൽ ചിലരെ പരിചയപ്പെടാം ഈ ലക്കത്തിൽ. പ്രകൃതിയുടെ സൗന്ദര്യത്തിന് ഓളങ്ങൾ തീർത്ത് പാണിയേലിപ്പോര്. കലൈഡോസ്കോപ്പിൻ്റെ ഇത്തവണത്തെ ഭാഗം ഇവിടെ നിന്നാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. ഈ സൗന്ദര്യത്തിന് വിവരണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്വാഗതം കലൈഡോസ്കോപ്പിലേക്ക്. മലയാളി ആരെയും മെരുക്കും. ഇത് വെറുതെ പറയുകയല്ല. ആത്മധൈര്യവും ക്ഷമയും ബുദ്ധിയുമുണ്ടെങ്കിൽ പുലിയെയും മെരുക്കാം. ഇരിങ്ങാലക്കുട സ്വദേശി ക്രിസ് വൂൾഫ് ചീറ്റപ്പുലിയെ മെരുക്കിയാണ് ലോകപ്രശസ്തനായത്. വേഗത, ശൗര്യം, ആക്രമണം, ഇരവേട്ടയിലെ മൃഗീയമായ കൃത്യത, ഇതൊക്കെയാണ് ചീറ്റ. മെരുക്കിയാൽ മെരുങ്ങാത്ത വന്യമൃഗം. ചരിത്രകാലം മുതലേ ചീറ്റയെ മെരുക്കുക, വേട്ടയ്ക്കായി ഉപയോഗിക്കുക എന്നത് ചില ചക്രവർത്തിമാരുടെ ധീരതയുടെ അടയാളമായിരുന്നു. പക്ഷേ അക്കാലത്ത് പോലും ഇത്തരം മൃഗങ്ങളെ മെരുക്കാൻ കൊട്ടാരത്തിൽ പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരുന്നു. ക്രിസ് വൂൾഫ് ചീറ്റയെ കാണുന്നത് തന്നെ മെരുക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അപ്രതീക്ഷിതമായാണ് ഈ ദൗത്യത്തിലേക്ക് എത്തുന്നത്. സൗദി അറേബ്യയിലെ കോടീശ്വരനായ അറബിക്ക് 4 വയസ്സ് പ്രായമുള്ള പെൺപുലിയെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കിട്ടുന്നത്. മയക്കുവെടിയേറ്റ് വീണ ചീറ്റയെ ശീതീകരിച്ച മുറിയിലാക്കി. പക്ഷേ ദേഹമാസകലം മുറിഞ്ഞതിൻ്റെയും തൻ്റെ സ്വൈര്യവിഹാരം തടഞ്ഞതിൻ്റെയും ദേഷ്യത്തിലായിരുന്നു ചീറ്റ. ആരെയും അടുപ്പിച്ചില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിശീലിപ്പിക്കാനായി പലരും എത്തി. ചീറ്റയുടെ ശൗര്യത്തിന് മുന്നിൽ മുട്ടുമടക്കി പരുക്കുകളോടെ മടങ്ങി. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് അന്വേഷണം നീളുന്നത്. മൃഗവേട്ടയ്ക്കായി ഇന്ത്യൻ ചക്രവർത്തിമാർ ചീറ്റയെ മെരുക്കി ഉപയോഗിച്ചിരുന്നു എന്ന ചരിത്രപാഠവും ഇതിന് കാരണമായി. അങ്ങനെയാണ് എത്ര ശൗര്യമുള്ള നായ്ക്കളെയും മെരുക്കുന്ന ഒരാൾ കേരളത്തിലുണ്ടെന്നറിയുന്നത്. ബ്രിട്ടീഷ് എയർവേസ് ഉദ്യോഗസ്ഥനായിരുന്ന ക്രിസ് ജോലിക്കിടെ പരിചയപ്പെട്ട ജർമ്മൻകാരിൽ നിന്നാണ് നായ പരിശീലനത്തിൽ വൈദഗ്ധ്യം നേടുന്നത്. യൂറോപ്പിൽ 4 വർഷം നായ പരിശീലകനായിരുന്ന ക്രിസിനെ അവിടുത്തുകാർ ക്രിസ് വൂൾഫ് എന്ന് വിളിച്ചു. ബോംബെയിലും ഇരിങ്ങാലക്കുടയിലും നായ പരിശീലന കേന്ദ്രം തുടങ്ങി. ഇപ്പോൾ പ്രധാന അന്വേഷണ ഏജൻസികൾക്ക് വേണ്ടിയും നായ്ക്കളെ പരിശീലിപ്പിക്കുന്നു. ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഇതൊരു റൂമിലായിരുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക അതൊരു കേജിലാണെന്നാണ്. ഇപ്പോൾ നമ്മൾ കാഴ്ചബംഗ്ലാവിലൊക്കെ കാണുന്ന പോലെ അഴികളുള്ള ഒരു കൂടാവുമ്പോൾ നമുക്കത് കാണാം ഈ പുലി എവിടെയാണ് കിടക്കണതെന്നുള്ളത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു റൂമിലായതുകൊണ്ട് നമുക്കറിയില്ല എവിടെ കിടക്കണേന്നുള്ളത്. അപ്പോൾ വാതിൽ തുറന്നാൽ വേണമെങ്കിൽ അത് തൊട്ട് ബാക്കിൽ കിടക്കുന്നുണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണ അതിന് ഭക്ഷണം കൊടുത്തിരുന്ന അടി കൂടെയാണ്, വാതിലിൻ്റെ അടി കൂടെയാണ് ഭക്ഷണം വെച്ച് കൊടുത്തിരുന്നത്. നമ്മൾ വാതിൽ തുറന്നു, എന്നിരുന്നാലും അത് സക്സസ്ഫുൾ ആയില്ല. കാരണം വാതിൽ തുറന്നപ്പോൾ പുലിയുടെ സ്പീഡ് ഭയങ്കര സ്പീഡിലായിരുന്നു അത് ആക്രമിച്ചത്. അതായത് വാതിൽ തുറന്നു, അപ്പം തന്നെ പുറത്തേക്ക് അതിനെ ഉപദ്രവിക്കാൻ വരികയാണെന്ന് വെച്ചിട്ട് അത് എന്താ പറയുക അപ്പം തന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ജസ്റ്റ് എൻ്റെ കാലിൻ്റെ അവിടേക്ക് 2 അടി നമുക്ക് കിട്ടി. പക്ഷേ അപ്പോഴേക്കും നമുക്ക് ആ വാതിൽ അടയ്ക്കാൻ നമുക്ക് സാധിച്ചു. എന്തുകൊണ്ട് അത് ആ വാതിൽ തുറന്ന് അടച്ചുകൂടാ? അങ്ങനെ ഒരു ദിവസം വേണമെങ്കിൽ ഒരു 2000 പ്രാവശ്യം പതുക്കെ തുറന്നടയ്ക്കുക. അപ്പോൾ പുലി എന്താ വെച്ചാൽ വാതിൽ തുറക്കുമ്പോൾ പുലിയുടെ വിചാരം ഇപ്പോൾ വരും, അപ്പോൾ നമ്മളെന്താ വെച്ചാൽ വാലടക്കുകയാണ്. അങ്ങനെ പുലി പല പ്രാവശ്യം എഴുന്നേറ്റപ്പോൾ പുലിക്ക് എന്താ പറയുക മനസ്സിലായി ഇയാൾ ഉള്ളിക്ക് വരാനുള്ള ആളല്ല എന്ന് മനസ്സിലായപ്പോൾ പതുക്കെ പുലി സെറ്റിൽ ഡൗൺ ആയി. അതിനുശേഷം നമ്മൾ വാതിൽ തുറന്നാലും പുലി ആ പൊസിഷനിൽ നിന്ന് എഴുന്നേക്കാതെ ആയി. അപ്പം നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്ന് നിൽക്കാം,
പ്രശ്നമില്ല. ഈ പരിചയവും ധൈര്യവുമാണ് ചീറ്റയെ പരിശീലിപ്പിക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രേരണയായത്. ആദ്യമൊന്നും ചീറ്റ വഴങ്ങിയില്ല. ക്ഷമയും മൃഗങ്ങളെ അറിയുവാനുള്ള തന്ത്രങ്ങളും ഉപയോഗിച്ച് 1 മാസം കൊണ്ട് ചീറ്റയെ വരുതിയിലാക്കി. സൗദിയിലെ ഒരാളെ ചീറ്റയുമായി പരിചയമാക്കിയാണ് മടങ്ങിയത്. ജനുവരിയിൽ വീണ്ടും സൗദിയിലേക്ക് പോകും. നമുക്ക് ലക്ഷ്യവും മൃഗങ്ങളെ അറിയുവാനുള്ള ക്ഷമയും സ്ഥിരമായ പരിശീലനവുമുണ്ടെങ്കിൽ ഏത് മൃഗത്തെയും തളയ്ക്കാനാകുമെന്ന് ക്രിസ് വൂൾഫ് അനുഭവത്തിലൂടെ പറയുന്നു. പൊതുവെ മൃഗങ്ങൾക്കൊരു കഴിവുണ്ട്. അത് അവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ഒരു ഇരയാണോ അതോ അതിനെ വേട്ടയാടാൻ വരുന്ന ഒരാളാണോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ വീക്കായിട്ട് ആര് ചെന്നാലും ആ മൃഗം അതിനെ ആക്രമിക്കും എന്നുള്ളതിൽ ഒരു സംശയം വന്നു. എന്തിലും വേറിട്ട വഴി കണ്ടെത്തുക. ഈ കാര്യത്തിലും നമ്മൾ മലയാളികൾ ഒരുപടി മുന്നിലാണ്. കണ്ണൂർ മോറാഴ സ്വദേശി പ്രവീൺ കുമാറിൻ്റെ കാരിക്കേച്ചറുകൾ കണ്ടാൽ ഇത് വ്യക്തമാകും. സഹകരണ ബാങ്ക് ജീവനക്കാരനായ പ്രവീൺ കുമാറിന് കല ജീവിതവ്രതമാണ്. ചെറുപ്പത്തിൽ ചിത്രകാരനാകണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ജീവിത പ്രാരാബ്ധങ്ങൾ സഹകരണ ബാങ്കിലെ ജോലിക്കാരനാക്കി. കലയിലെ വേറിട്ട വഴി ലക്ഷ്യമാക്കിയാണ് ചെറിയ കമ്പികൾ കൊണ്ട് കാരിക്കേച്ചറുകൾ നിർമ്മിക്കാൻ പ്രവീൺ ആരംഭിച്ചത്. 6 മാസം മുമ്പ് തുടങ്ങിയ പരിശ്രമം വിജയം കണ്ടു. ഗാന്ധിജിയും ചെഗുവേരയും EMSുമെല്ലാം പ്രവീണിന്റെ കരവിരുതിൽ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെട്ടു. വളരെ സന്തോഷമുള്ള ഒരു വർക്കായത്. നല്ലൊരു വർക്കായിട്ട് എനിക്ക് തോന്നുന്നു. അത് കുറേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ വർക്കുകളെല്ലാം കണ്ടിന്യൂസ് ആയി ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കുറച്ച് പിറകോട്ടായി. എന്നിരുന്നാലും ഈ ഒഴിവിട്ടുമ്പോൾ ചെയ്യണമെന്നുണ്ട്. ഈ ഡിസംബറോടുകൂടി ഒരുപാട് കളക്ഷൻ ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സൂക്ഷ്മതയും സമയവും വേണം ഈ കലാസൃഷ്ടിയിൽ ഏർപ്പെടാൻ. കമ്പി ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ സമയമെടുത്ത് ചെയ്തില്ലെങ്കിൽ കമ്പി പൊട്ടിപ്പോകാനും സാധ്യത ഏറെയാണ്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിറത്തിലുള്ള കമ്പികൾ മാത്രമാണ് ഇത്തരത്തിൽ കാരിക്കേച്ചറുകൾ നിർമ്മിക്കാൻ പ്രവീൺ ഉപയോഗിക്കാറുള്ളത്. ഉപയോഗിക്കുന്ന പ്രതലത്തിലെ കളർ മാറ്റുന്നതനുസരിച്ച് കമ്പിയും തിരഞ്ഞെടുക്കും. ഇരുണ്ട പ്രതലമാണെങ്കിൽ 2 കളറും ഉപയോഗിക്കും. എന്നാൽ ഈ 2 കളറിൻ്റെ പരിമിതി കലാസൃഷ്ടികളെ ചെറിയ തോതിൽ ബാധിക്കാറുമുണ്ട്. അതല്ല, ഈ മെറ്റീരിയൽ അങ്ങനെയല്ലേ കിട്ടൂല നമുക്ക്. കണ്ടമാനം കളർ ഈ സാധനം കിട്ടുന്നില്ല. മറ്റേ ഇത് സിൽവറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒരു വെറൈറ്റി എന്ന് ഗോൾഡിലേക്ക് ഞാൻ മാറിയത്. പിന്നെ കളർ കമ്പികളിലുണ്ട്, പക്ഷേ അതിൻ്റെ ലൈഫ് എത്രയുണ്ടെന്ന് പറയാൻ കഴിയില്ല. ചെയ്ത് മങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ ചെയ്ത വർക്കിനൊരു ഇതുണ്ടാവും. ശില്പനിർമ്മാണത്തിലും പ്രവീൺ കഴിവ് തെളിയിച്ചതാണ്. ആദ്യകാലം മുതൽ നിർമ്മിച്ച ശില്പങ്ങൾ ഭൂരിഭാഗവും വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പുതുതായി നിർമ്മിച്ച വീടിന്റെ ഇന്റീരിയർ വർക്ക്സ് മുഴുവൻ ചെയ്തതും പ്രവീൺ തന്നെയാണ്. തന്റെ കലാസൃഷ്ടികളെല്ലാം ചേർത്ത് ഒരു പ്രദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവീൺ.
എവിടെ പോയാലും ശശിമാർ സുലഭമായി ഉണ്ടാവും. ഇത് ശശിയേട്ടൻ, പാണിയേലിപ്പോരിലെ ഗൈഡ്. അപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് പെട്ടെന്ന് തിരിച്ചു വരാം.